തമിഴ് തെലുങ്ക് സിനിമകൾക്കൊപ്പം മലയാളത്തിലും ദേവ്മോഹൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പരാക്രമം എന്നുള്ള സിനിമ നവംബർ 22 റിലീസാവുന്നു. സിനിമയെ പറ്റി സംസാരിക്കാൻ സോന ജോമോൻ എന്നിവർ ചേരുന്നു. നമസ്കാരം. നമസ്കാരം. രണ്ട് ഇൻഡസ്ട്രിയിലും കൂടി കാലുകുത്തിയാൽ ശരിയാവില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കൂ, അങ്ങനത്തെ ഉപദേശങ്ങളുടെ ഒക്കെ ഒരു ഫലമാണോ പരാക്രമം? അല്ല, ഉപദേശത്തിന്റെ അല്ല, എക്സ്പീരിയൻസിന്റെയാണ്. അല്ല, ഞാൻ ആദ്യം പടം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടി, അങ്ങനെയാണ് ശാകുന്തളത്തിൽ പോകുന്നത്. അപ്പൊ നമുക്കറിയില്ല ആ ഇൻഡസ്ട്രി എങ്ങനെയാ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എത്ര ദിവസം എടുത്താൽ ഷൂട്ട് ചെയ്യാൻ, അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ പോയപ്പോൾ ഒരു 1.5 വർഷം പെട്ടെന്ന് അങ്ങോട്ട് പോയി. കാരണം അവിടെ അങ്ങനെയാണ് സിനിമകൾ സംഭവിക്കുന്നത്, ഒരുപാട് ഗ്യാപ്പൊക്കെ എടുത്തിട്ട് അവർ ഷൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഗ്യാപ്പ് സമയത്ത് എന്നെ വിളിച്ച സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടത്തെ ഡേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട്, പിന്നെ ആ ലുക്ക് കണ്ടിന്യൂറ്റി ഒക്കെ പോണല്ലോ. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പൊ ആ സമയത്ത് വിളിച്ചിരുന്ന ആളുകളോട് ഇങ്ങനെ ഈ സിനിമ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള ഇതിലപ്പോ അത് കുറച്ച് ഒരു 1.5 വർഷം അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു. എനിക്ക് അറിയാണ്ട് പറ്റി പോയതാണത്. സോ അത് കഴിഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെ അപ്പോഴത്തേക്കും അടുത്തൊരു സിനിമയും കൂടി അവിടെ അനൗൺസ് ചെയ്തു, റെയിൻബോ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ ഷൂട്ടും തുടങ്ങി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾ വിചാരിച്ചു ഞാൻ അവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഇവിടെ അങ്ങനെ ആക്റ്റീവ് ആവാൻ നോക്കുന്നില്ല എന്നുള്ളൊരു ടോക്ക് ഭയങ്കര ഇൻഡസ്ട്രിയിൽ വന്നു. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല. ലേറ്റർ സ്റ്റേജിൽ 1-2 പ്രൊഡ്യൂസേഴ്സ് ഡയറക്ട്ലി എന്നെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, ദേവ് മലയാളത്തിൽ പടം ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു, പൊതുവെ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ഇനി അങ്ങനെയും ബാക്ക് ടു ബാക്ക് അവിടെ സിനിമ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും. പിന്നെ എനിക്ക് എൻഡ് ഓഫ് ദ ഡേ മലയാളം സിനിമ ചെയ്യാനാണ് ഇഷ്ടം. മറ്റേതൊരു ചാൻസ് കിട്ടിയപ്പോൾ പോയി ചെയ്തു എന്നല്ലാതെ ഒരിക്കലും അവിടെ കരിയർ ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല. നല്ല ചാൻസ് കിട്ടി ചെയ്യാന്നല്ല. അപ്പൊ ഞാൻ തിരിച്ച എല്ലാ ഡയറക്ടേഴ്സിനെയും ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് മലയാളം ഞാൻ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പരാക്രമം അതിന്റെ ഭാഗമായിട്ട് വന്നതല്ല. പക്ഷെ എൻ്റെ ഒരു ക്ലോസ് സർക്കിളിൽ കുറച്ച് പേർക്ക് അറിയായിരുന്നു ഞാൻ ഇവിടെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഹാരിസ് ദേശമിതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ്ക്കാണ് എനിക്ക് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടോ എന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പരാക്രമത്തിലേക്ക് വരുന്നത്. ഈ അന്ന് സൂഫിക്ക് ശേഷം കിട്ടിയ ഓഫറുകളിൽ പിന്നെ വലിയ വിജയങ്ങളായ മലയാള സിനിമകളുണ്ടോ? അങ്ങനെ വലിയ വിജയം അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ സിനിമകൾ ഒരുപാടുണ്ട്. ഐ മീൻ, അല്ല, അതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് പറയേണ്ടി വരുമല്ലോ. അപ്പൊ അവരിപ്പോ ഒരു ചോദിക്കും, ഇപ്പോൾ ഏപ്രിലിൽ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ സിനിമ ഉള്ളതുകൊണ്ട് ഏപ്രിലിൽ കഴിയില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ജൂണിലോ ജൂലൈയിലോ ആയിരിക്കും ഫ്രീ ആവുക. അപ്പൊ അവർ ഒബ്വിയസ്ലി അടുത്ത ഓപ്ഷനിലേക്ക് പോകും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വിജയങ്ങളില്ല, പക്ഷെ വിജയങ്ങളുണ്ട്. ഓഫ്കോഴ്സ് ആ സക്സസ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇവിടെ ഫോക്കസ് ചെയ്യണം. കാരണം നമ്മളൊരു 45 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ മാക്സിമം വേണ്ടാത്ത സിനിമകളുടെ പേരുകൾ ഇപ്പൊ പറയാൻ ഇല്ല. അറിയാനൊരു ക്യൂരിയോസിറ്റി. അല്ല, ഇതൊരിക്കലും വേണ്ടാന്ന് വെച്ചത് എനിക്ക് ആ സിനിമ വർക്ക് ആവാത്തോണ്ട്, സമയക്കുറവല്ല. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ്സ് അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് എപ്പോഴും ചെയ്യണമെന്നുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ നമുക്ക് മാനേജർ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. നമ്മൾ തന്നെയല്ലേ ഡേറ്റ് ഒക്കെ സംസാരിക്കുക. അത് വേറെ ഇൻഡസ്ട്രി ഇവിടെ ആകുമ്പോൾ ഇപ്പൊ മലയാളത്തിൽ തന്നെ 2 പടമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് വേറെ ഒരു ഇൻഡസ്ട്രി അല്ലേ. അപ്പൊ അവിടെ ഉള്ളവർക്ക് ഇവിടെ അത്ര കോണ്ടാക്ട് ഉണ്ടാവില്ല. അപ്പൊ സംസാരിച്ചാലും ചിലപ്പോ അങ്ങനെ, പിന്നെ അവര് ഭയങ്കരമായിട്ട് ഈ എഗ്രിമെന്റ് വെച്ച് ഇങ്ങനെ പോകുന്ന ഒരു രീതിയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയാണെങ്കിലും എല്ലാവരും അങ്ങോട്ട് അറിയുന്നവരല്ലേ. അപ്പൊ കുഴപ്പമില്ല, ചെയ്തു പോകാൻ പറ്റും. അപ്പൊ ഈ 2 ഇൻഡസ്ട്രി അറ്റ് എ ടൈം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. രോമാഞ്ചത്തിലും അതുപോലെ നമ്മുടെ ഫാലിമിയിലും അതുപോലെ ഗുരുവായൂരമ്പലനടയിലും ജോമന്റെ ദേഷ്യം വരുന്ന സ്ഥലത്തൊക്കെ ഒരു തമാശ ഉണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് അയാളുടെ മുഖത്ത് എന്തൊക്കെയോ വരുന്നു, അതുകൊണ്ടുണ്ടാവുന്ന കോമഡി ഉണ്ടായിരുന്നു. പക്ഷെ വാഴയിൽ അത് അങ്ങനത്തെ സീനുകളില്ല, വളരെ കുറവാ. അത് ബോധപൂർവം ചെയ്തതാ? ക്യാരക്ടർ അങ്ങനെയായിരുന്നു ബ്രോ. വിപിൻ ചേട്ടൻ എനിക്ക് തരുന്നതിന് മുമ്പ് പറഞ്ഞു, ഹ്യൂമർ മാത്രമല്ല ഇമോഷൻസും കൂടെ ഉള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു. കോമിക് റിലീഫ് ആവുന്ന ആക്ടേഴ്സിന് ഒരു ലൈഫ് ഉണ്ടാവും. ഈ മെയിൻ ആക്ടറുടെ കൂടെ നടക്കുന്ന ഒരു പ്രായം ഉണ്ടാവും. സുരാജ് ചേട്ടനും ഹരീഷ് ചേട്ടനൊക്കെ അങ്ങനത്തെ ഒരു പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡ് അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ടോ? അങ്ങനെ സിനിമകളോട് നോ പറയുന്നുണ്ടോ? നോ പറയുന്നൊന്നുമില്ല. ഹ്യൂമർ പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചെയ്യും. അതായത് ഞാൻ ഉദ്ദേശം മനസ്സിലായെന്നായിരിക്കണം. അതായത് ഇപ്പൊ നിവിൻ പോളി ലീഡായി നിൽക്കുന്നു, അയാളുടെ കൂടെ അജു വർഗീസ് ചെയ്യുന്നത് പോലത്തെ അങ്ങനത്തെ വേഷങ്ങൾ വരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനത്തെ വേഷങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് അല്ലാതെ കുറച്ച് വേറെ സിംഗിൾ പരിപാടികളൊക്കെ വന്നായിരുന്നു നമ്മള് സംസാരിച്ചത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ നിൽക്കുക. ആളുകൾ ഇത് എടുത്ത് ചേട്ടാന്ന് പറഞ്ഞോ? സിംഗിൾ പരിപാടികൾ വന്നപ്പോഴത്തേക്കും നോക്കി ചെയ്യണമെന്ന് പറഞ്ഞു. അത് കറക്റ്റ് കാര്യമാണ്. വരുന്ന പരിപാടികളൊക്കെ നോക്കി ചെയ്യുന്നത് നല്ലതല്ലേ. ഇപ്പം ഭീകരനൊക്കെ ഏകദേശം സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ചെയ്യാനുള്ള പരിപാടിയില്ല. ഭീകരനിലും കോമഡിയിലൊരു കാര്യം പറയുന്നുണ്ട്.
ഒരു കണ്ട ഗുണ്ടയുടെ ഒരു പരിപാടിയാണ്. ഓക്കെ, നൈസ്. സൗന്ദര്യത്തിനപ്പുറത്തെ എന്ത് ചെയ്താൽ നിലനിൽക്കാൻ പറ്റും ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബോഡി ഓഫ് വർക്ക് ഏത് രീതിയിൽ കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഐഡിയ ഐ എം ലൈക്ക് ലിറ്ററലി ഒരു ഗോ വിത്ത് ദ ഫ്ലോ കൈൻഡ് ഓഫ്. അങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷേ മേ ബി ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരിക്കും. ഐ ഫീൽ യാ. ചില ആക്ടേഴ്സിന്റെ ഗ്രാഫുമായിട്ട് നമുക്ക് ഒരു ഫാസിനേഷൻ ഉണ്ടാവുമല്ലോ. സേ ഇപ്പൊ നമ്മുടെ ഈ രാധിക ആപ്തെയൊക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റോൾസ് ഉണ്ട്. അപ്പുറത്ത് ഇപ്പോൾ രാഷ്മിക മന്ദാനിയൊക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റോൾസ് ഉണ്ട്. ഒരു കോമൺ സ്വഭാവമുണ്ട്. രാഷ്മിക മന്ദാന കാര്യമാത്രമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടില്ല എന്നല്ല, എന്നാലും മറ്റേത് കുറച്ചുകൂടി ഫ്ലാഷി, സിനിമാറ്റിക്, ഇവിടെ കുറേ കൂടി റിയലിസ്റ്റിക്, ഗ്രൗണ്ടഡ്, ഡീപ് റൂട്ടഡ്. അങ്ങനെ ഒരു സൈഡിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ? സ്ലോ മോഷനിൽ പാറിപ്പറന്നു വരുന്ന നായികയായിരുന്നോ? അത് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്. ഐ മീൻ കുഞ്ഞിലെ തൊട്ട് മൂവീസ് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ അങ്ങനെ വി തിങ്ക് ഓഫ് ലൈക്ക് സ്ലോ മോഷൻ ഷോർട്സ് അങ്ങനെയൊക്കെ. ബട്ട് ദെൻ മൂവിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദെൻ വി ഫീൽ ലൈക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന്. ജസ്റ്റ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിംഗ്. നമ്മൾ കുറച്ച് മൂവീസ് കഴിയുമ്പോൾ പിന്നെ അത് ഭയങ്കര റിപ്പറ്റേറ്റീവ് ആവും. അപ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. ജസ്റ്റ് നോട്ട് ഭയങ്കര. നമ്മുടെ സൂഫിയുടെ കഥയുടെ അകത്ത് സൂഫിക്കൊരു ഇമോഷണൽ ഭയങ്കര പ്യൂരിറ്റി ഉണ്ടായിരുന്നു, ഭയങ്കര സത്യമുള്ള സിനിമയായിരുന്നു അതിനകത്ത്. അതായത് ആ പ്രണയത്തിനൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു, പ്രണയത്തിനകത്തൊരു സത്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കഥ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അത്രയും ഇമോഷണൽ ആയിട്ടൊരു കണ്ടന്റ് പിന്നെ കിട്ടിയിട്ടുണ്ടോ? അല്ല, എല്ലാ സിനിമയിലും ഈ പറയുന്ന ഞാൻ ചെയ്ത 12 ആണെങ്കിലും കമേഴ്ഷ്യലി അത്ര സക്സസ് അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് 12. എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാം പ്യുവറാണ്. ഇപ്പൊ ഈ പടം ആണെങ്കിലും ആ ക്യാരക്ടറിന്റെ ഒരു സത്യസന്ധതയിൽ നിന്നുകൊണ്ടാണ് അത് പോകുന്നത്. പക്ഷെ സൂഫിയും സൂഫി ഒട്ടും ഒരു കോംപ്രമൈസും ഇല്ല, സിനിമാറ്റിക് എലമെന്റ്സ് അല്ല, അതൊരു പോയം പോലെ അതങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അതെ, അപ്പൊ അയാള് ഒരു സെയിന്റ് ആണല്ലോ. അതെ അതെ, പുള്ളിക്ക് വേറെ ചിന്തകളില്ല, ഫാമിലി എന്നുള്ള ചിന്തയില്ല, അങ്ങനെ ഒന്നുമില്ല. പുള്ളി ആ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളാണ്. അവിടെയാണ് സുജ എന്നുള്ള ക്യാരക്ടർ വന്നിട്ട് മനുഷ്യനാണല്ലോ എൻ്റെ ഓഫ് ഒരു പെട്ടെന്നൊരു ഇത് അയാൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ജെന്യൂനാണ് പുള്ളിക്ക് ആ ക്യാരക്ടറിന്. കാരണം വേറെ തോട്ട്സ് ഒന്നുമില്ല, പെട്ടെന്ന് പിന്നെയുള്ളൊരു ഡീവിയേഷൻ സുജാതയാണ്. അപ്പൊ അയാൾ അതിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ്. അതുകൊണ്ടാണല്ലോ അത്രയും പിന്നെ വെയിറ്റ് ചെയ്യുന്നതും അങ്ങനെ കുറെ പോകുന്നത്. പക്ഷെ മറ്റുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നോർമൽ. ഇപ്പോൾ ഈ സിനിമയിൽ പരാക്രമത്തിലേക്ക് വരികയാണെങ്കിൽ വിശാഖം എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ തോട്ട്സ് ഭയങ്കര മാറിക്കൊണ്ടിരിക്കുമല്ലോ. പ്രണയം പെട്ടെന്ന് ഒരുത്തനെ തല്ലാൻ പോണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ സൂഫിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫോക്കസ്ഡാ എന്താണെങ്കിലും അതിൽ. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്യുവറാണ്. പക്ഷെ സൂഫി കുറച്ചും കൂടെ സെലിബ്രേറ്റ് ചെയ്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ മീൻ ആളുകൾ വേറെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തു എന്ന് തോന്നുന്നു, നല്ല രീതിയിൽ. ഇപ്പം നമുക്ക് മോഡൽ ഒക്കെ ആവുന്ന സമയത്ത് അവർക്ക് എൻ്റെ ഈ സൈഡ് കാണിക്കാൻ അത്ര കോൺഫിഡൻ്റ് അല്ല, ഫോട്ടോ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ റാമ്പോ ഒക്കെ ആകുമ്പോഴും എൻ്റെ ഈ ബോഡിയുടെ ഈ ഒരു സൈഡ് കാണിക്കാൻ ഓക്കെ അല്ല, അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവില്ല ആളുകൾക്ക്, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവില്ല. സോ ആസ് ആൻ ആക്ടർ നിങ്ങൾക്ക് ഇന്ന കൈൻഡ് ഓഫ് സീൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് കുറച്ച് പാടാണ്, കുറച്ച് പ്രിപ്പറേഷൻ വേണ്ടാണ്. ഇപ്പം ദേഷ്യം കാണിക്കുന്നതായാലും ശരി, അല്ലെങ്കിൽ വൾണറബിലിറ്റി കാണിക്കുന്നതായാലും ശരി, റൊമാൻസ് കാണിക്കുന്നതായാലും ശരി, അങ്ങനെ തോന്നിയ ഒരു ഏരിയ ഉണ്ടോ ഇതാണ് പണി എടുക്കേണ്ടതെന്ന് തോന്നിയ? എല്ലാ ഏരിയയിലും പണിയെടുക്കാനുണ്ട്. അല്ല, അതങ്ങനെ ഉണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ, നമുക്കിപ്പോൾ ഏതൊരു ഇമോഷൻ്റെയും ഏറ്റവും പീക്കിലൊക്കെ നമുക്ക് പോവാം. അതിൻ്റെ കുറച്ചും കൂടെ താഴെ കുറച്ചും കൂടെ ഇറങ്ങി പല മീറ്റർ ഉണ്ടല്ലോ ഇതിന്. എനിക്ക് അതിനായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞ ചിലപ്പോൾ എനിക്കറിയില്ല, എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ച് സിനിമ ചെയ്തിട്ടുള്ള പരിചയത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറച്ചുകൂടി ഇമോഷൻ ആകുമ്പോൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറി പോകും. അതിന് കുറച്ച് കുറയ്ക്കുക, അതിൽ ഭയങ്കര കൺട്രോൾഡ് അത് ഇത്തിരി പണിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ മീൻ എന്ത് ഫോമിലാണെങ്കിലും ഇപ്പോൾ ഭയങ്കരമായിട്ട് റൊമാൻസ് ചെയ്യാം, എന്നാൽ റൊമാൻസ് ഉള്ളിൽ വെച്ചുകൊണ്ട് വേറൊരു സാധനം എന്നൊക്കെ പറയുമല്ലോ. കുറെ ലേയേർഡ് ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ പൊതുവേ നമുക്ക് കുറച്ചും കൂടെ ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ അറിയണം. അല്ലെങ്കിൽ അല്ലാതെ ആങ്കർ, ദേഷ്യം ഭയങ്കര ദേഷ്യമായിട്ട് അലറാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവിടെയാണ് കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ ക്യാരക്ടർ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ ഓരോ സിനിമകൾ കഴിയുമ്പോൾ അതിങ്ങനെ മനസ്സിലായി വരുന്നുണ്ട്. അത് പറഞ്ഞ എല്ലാം പഠിക്കാനുണ്ട്. പക്ഷെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, ഇപ്പൊ പറഞ്ഞല്ലോ ചില മോഡൽസ് ഒക്കെ ഈ പറഞ്ഞ ലെഫ്റ്റ് പ്രൊഫൈലാണ്, എപ്പോഴും ഇങ്ങനെ ഫോട്ടോ ഇടുള്ളൂ, റൈറ്റ് പ്രൊഫൈലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു പടം ചെയ്തപ്പോ അതിലെ DOP എന്നോട് ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ നേരെ അനുമൂത്തേടത്തിനെ വിളിച്ചു. ഞാൻ ആദ്യമായിട്ട് പുള്ളി സൂഫി സിയാദയുടെ സിനിമാറ്റോഗ്രാഫർ.
അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എൻ്റെ ഏത് പ്രൊഫൈലാണ് നല്ലതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ചവിട്ടി വിട്ട് അപ്പുറത്തേക്ക് കിടക്കും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു ആക്ടർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആ സിനിമയ്ക്ക് ഒരു ഫ്ലോ ഉണ്ടായിരിക്കും, അത് അതിലേക്ക് ഒരു ആക്ടർ വരിക എന്നുള്ളതാ. അല്ലാണ്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പുറത്തൊക്കെ അങ്ങനെ ആക്ടേഴ്സ് പറയാറുണ്ട് അവർക്ക് ഈ പ്രൊഫൈൽ തന്നെ വെക്കണം. സോ അതൊരു സിനിമയുടെ സ്വാഭാവികതയെ നശിപ്പിക്കും. അപ്പോൾ നീ ഒരിക്കലും കോൺഷ്യസ് ആവരുത് എന്താണ് നിന്നെ, ഏത് ഫ്രെയിമിലാണ് നിന്നെ കാണാൻ ഭംഗി, നിന്റെ ഭംഗി കാണിക്കാനുള്ള സിനിമ എടുക്കുന്നത്, ആ ക്യാരക്ടറിനെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ എനിക്കതൊരു അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചതാ. പക്ഷെ അത് അപ്പൊ തന്നെ ചേട്ടൻ അത് പറഞ്ഞു തന്നു എനിക്ക്. അപ്പൊ ഏത് ആംഗിളാ നല്ലതെന്ന് വെച്ചാൽ പറയാ, എല്ലാ ആംഗിളും നല്ലതാണെന്ന് പറയാം. അതായിരിക്കണം ഒരു ആക്ടറുടെ കോൺഫിഡൻസ്. അപ്പോൾ അതെനിക്ക് വലിയൊരു ലെസണാണ്. നമുക്കത് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ പറഞ്ഞപ്പോ ലെഫ്റ്റ് പ്രൊഫൈൽ ആണെങ്കിൽ ചിലപ്പോൾ ആ ഷോട്ടിന് ഏറ്റവും നല്ലത് റൈറ്റ് വെക്കുന്നതായിരിക്കും. പക്ഷെ ഇതൊക്കെ പൊളിച്ച് അപ്പുറത്ത് കൊണ്ടുവരും. അപ്പൊ ചിലപ്പോൾ ആ സിനിമയുടെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ ആ നറേറ്റീവിനെയോ ചിലപ്പോൾ ബാധിച്ചേക്കാം. അങ്ങനെ ബാധിച്ചിട്ട് ഇയാൾ ഭംഗിയുണ്ട് ഫ്രെയിമില്, പക്ഷെ ഇതൊന്നും വർക്കാവുന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ. സോ ഞാനിപ്പോ അതുകൊണ്ട് ആ സംഭവമൊക്കെ വിട്ട് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഉണ്ടെന്ന്. ഞാൻ മറ്റേ നമ്മുടെ ഹലോ മമ്മയുടെ സമയത്ത് ജോണി ആൻഡി ചേട്ടൻ പറഞ്ഞൊരു കാര്യത്തിൽ അന്ന് അപ്പൊ ചോദിക്കണ്ടായിരുന്നു, അപ്പൊ സമയക്കുറവായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ചോദിക്കാൻ വിചാരിച്ചു. അത് അദ്ദേഹം പറഞ്ഞത് ഇമോഷൻ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു ഭാഷ. അതായത് ഒരു വിഷമം ഉള്ളിൽ പിടിച്ചുകൊണ്ട് അയാൾക്ക് ഒരു വിഷമമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വിഷമമുള്ളൊരു ഏരിയ ആലോചിച്ചിട്ട് ആ വിഷമം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ അപ്പത്തെ സൈഡിൽ ചിരിപ്പിക്കാനും ചിരി ഉണ്ടാക്കാനും ആളുകളുടെ മൊത്തം ഒരു സ്മൈൽ കൊണ്ടുവരാൻ വലിയ ശ്രമമാണ് എന്നുള്ളതാണ് ആൾ പറഞ്ഞത്. ഇപ്പൊ വാഴയിൽ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ടല്ലോ, ഇമോഷനും ചെയ്തിട്ടുണ്ട്, തമാശയും ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ അങ്ങനെ ഒരു എളുപ്പ പരിപാടി അങ്ങനെ പറയാൻ പറ്റുമോ? പരാക്രമത്തിലോ? പരാക്രമത്തിലല്ല, ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞതില് ഇമോഷനാണ് എളുപ്പം, കോമഡിയാണ് ടഫ്, അങ്ങനെ ഉണ്ടോ? വാഴയുടെ ഏറ്റവും ലാസ്റ്റ് പോർഷനൊക്കെ എടുത്തത് ഡയറക്ടർ പറയുന്ന പോലെ, ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും വിഷമമുള്ളൊരു കാര്യം ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ തന്നെ റിയാക്ട് ചെയ്തൊക്കെയാണ് അത് കൊണ്ടുവന്നത്. എനിക്ക് ഹ്യൂമർ അത്ര പാടായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ എപ്പോഴും സംസാരിച്ച് കോമഡിയൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ എനിക്ക് ആ ഒരു വൈബിലോട്ട് ഇതുവരെയ്ക്കും അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. വേറെ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത്, ഞാൻ അവരുമായിട്ട് ചില്ല് ചെയ്യുമ്പോൾ എന്താണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിലേ വാഴയ്ക്കും ചെയ്തിട്ടുള്ളൂ. ഹ്യൂമറിന് വേണ്ടിയിട്ട് അങ്ങനെ ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ഉണ്ടാക്കാം ഇല്ലല്ല, അതൊക്കെ നോർമലി ഉള്ള സംസാരങ്ങളാണ് വാഴയിൽ അത്രയും. ഈ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, എടാ ഇത് തീരെ വർക്കാവുന്ന തോന്നുന്നില്ല, ഇത് സംഭവം ശരിയാവില്ല, ഇത് ഭയങ്കര ചളിയായിട്ടുണ്ട്, ഇത് ഞങ്ങൾക്ക് ചിരി വരുന്നില്ല, അങ്ങനെ പറഞ്ഞ അനുഭവങ്ങളുണ്ടോ ഉണ്ടാക്കിയ തമാശകളിൽ നിന്ന്? കണ്ടന്റ് ക്രിയേറ്ററും കൂടിയായിരുന്നല്ലോ. കണ്ടന്റ് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കാറുണ്ട്. അവർ ചിലപ്പോൾ അത് വർക്കായില്ല എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, കിടക്കട്ടെ, അത് കിടക്കട്ടെ, നോക്കാമെന്ന്. നമ്മൾ ചിലപ്പോൾ വർക്കാവണം എന്ന് പറഞ്ഞ സാധനങ്ങൾ വർക്കാവൂല, വർക്കാവില്ല എന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്യുന്നതെല്ലാം വർക്കാവും. എനിക്ക് ഇതുവരെയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതിന്റെ. സിനിമയില ഇല്ല സിനിമയില് മറ്റേ ഗുരുവായൂർ അമ്പലനട ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷിരാജന്റെ പരിപാടിയില്ലേ, അത് വിപിൻ ചേട്ടന് പക്ഷേ കോൺഫിഡൻ്റ് ആയിരുന്നു. പുള്ളി പറഞ്ഞത് ഉറപ്പായിട്ടും അത് തിയേറ്ററിൽ ചിരി വീഴുന്ന സീനാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഓക്കെയാണ്, ചിലപ്പോൾ ചിരി വീഴും, ചിലപ്പോൾ ചിരി വീണില്ലെങ്കിലോ എന്നുള്ളൊരു ആ ഒരു രണ്ട് പക്ഷ പരിപാടി ഉണ്ടായിരുന്നു. പിന്നീട് അത് ലാസ്റ്റ് അത് തൂക്കിയിട്ടില്ല. അതുപോലെ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു ആ സീൻ. നമ്മൾ ഒരു സിനിമ ചെയ്യുന്നു, ആ സിനിമയുടെ റിസൾട്ട് അത്ര നല്ലതൊന്നും അല്ലാതിരിക്കുകയെന്ന് വിചാരിക്കാം, അതേപോലെ ആ സിനിമ ഒരു ഫെയിലിയർ ആയെന്ന് വിചാരിക്കാം. അപ്പോഴും ആ സിനിമയിൽ നിന്ന് അനുഭവം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും? എല്ലാ ഫിലിമിലും നമ്മൾ ഒന്നെങ്കിൽ യു ഗെറ്റ് ടു മീറ്റ് കുറേ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കോൺടാക്ട്സ് വരും. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾ ലൈക്ക് ഞാനിപ്പോൾ അങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്പ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സോ ഫോർ മീ ഈച്ച് ഫിലിം ഒരു ആക്ടിങ് സ്കൂൾ പോലെയാണ്. ലൈക്ക് പുതിയ എന്തെങ്കിലും പഠിക്കും, അല്ലെങ്കിൽ വേറൊരു ഡയറക്ടറിന് വേറൊരു രീതിയായിരിക്കും ഒരു എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ മേ ബി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മൂവി വർക്ക് ആയില്ലെങ്കിലും നമുക്ക് അതിൽ നിന്ന് പേഴ്സണലി ഒത്തിരി പഠിക്കാൻ പറ്റും. സോ ഐ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. മമ്മൂക്കേനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഡാനി എന്നുള്ള പടം എടുത്ത് നോക്കിയാലും പൊന്തന്മാട് എടുത്ത് നോക്കിയാലും ഒക്കെ അവരുടെ സൗന്ദര്യത്തിന് അവർ കുറച്ചുകൂടി ഡീഗ്ലാമറൈസ് ചെയ്യുമ്പോഴാണ് അവർ കുറച്ചും കൂടി ആക്ടിങ് വൈസ് അവർ അപ്പുറത്തെ സൈഡിൽ ചെയ്യണില്ല എന്നല്ല, അവർക്ക് കുറച്ചും കൂടി ടാലന്റ് ആയിട്ട്. ഈ റീഷായിട്ട് ചോദിക്കുന്നത് സൗന്ദര്യം ഒരു ശാപമാണ് അങ്ങനത്തെ തോന്നിയിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഡീഗ്ലാമറൈസ് ചെയ്താലാണ് എനിക്ക് വർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ, ഇപ്പൊ ഞാൻ വിളിച്ചേണ്ട സ്ക്രിപ്റ്റിൽ ഒരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ബാക്ക്ഡ്രോപ്പില് ആണ് എന്റെ ക്യാരക്ടർ പോകുന്നത്. അപ്പോൾ അതിന്റെ ഡയറക്ടർ കൃഷ്ണകുമാർ, ഡയറക്ടർ ജി എൻ കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാരേട്ടനും ഈ പറയുന്ന പോലെ എങ്ങനെ എന്നെ അതിൽ പ്ലേസ് ചെയ്യാം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും. പക്ഷെ അവർ ഡിസൈഡ് ചെയ്ത് തന്നെ ഞാനാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന്. അപ്പൊ അതിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ വരുമ്പോൾ ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ അടുത്ത് ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞാൽ സ്റ്റിൽ എനിക്ക് എടുത്ത് പിറ്റേ ദിവസം കാണിച്ചു തന്നു.
ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ എക്സാക്ട്ലി. അപ്പൊ മുരളീചേട്ടൻ എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ദേവിനെ അതിലേക്ക് കൊണ്ടുവരാന്നൊരു ഐഡിയ ഉണ്ടായില്ല. കാരണം നമ്മൾ നോർമലി കാണുന്ന പോലെയല്ലല്ലോ, വേറെ മേക്ക് ഓവർ ഒക്കെ ചെയ്ത് വരുമ്പോ വേറെ ഹെയർ സ്റ്റൈലാണ്, വേറെ കുറച്ചുകൂടെ ടോൺ ഡൗൺ ആണ്, കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രശ്നമില്ല, അതൊരു ഡയറക്ടറുടെ വിഷനാണ്. ഈ ആക്ടറെ ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കും. പിന്നെ നമ്മൾ അതിന് കോസ്റ്റ്യൂം മേക്കപ്പ് ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. സൗന്ദര്യം ശാപമൊന്നും അല്ല, അത് എന്നെയൊക്കെ ഒരുപാട് ഭംഗിയുള്ള ആളുകൾ സ്റ്റാർസ് ആയിട്ട് ഇവിടെ ഉണ്ട്, നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എഗെയിൻ അതിനൊരു നല്ലൊരു ഒരാളതിന്റെ പുറകിലുണ്ടായിരിക്കണം, ഒരു സ്ക്രീനിന്റെ ബാക്കിൽ ഇരുന്ന ഒരു ഡയറക്ടർ ഒരു വിഷൻ ഉണ്ടായിരിക്കണം, എങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അത് ചിലപ്പോ പാളും. എനിക്ക് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മൾ കണ്ടതിൽ ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് എത്ര അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യും, നമുക്ക് അതൊന്നും അടിക്കുന്നില്ലല്ലോ. മമ്മൂക്കയുടെ എഫേർട്ടും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം അത് ഉണ്ടാക്കുന്ന ഒരു മേക്കറുടെ ഒരു വിഷനും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നമേ ഇല്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശാപമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നല്ല ഡയറക്ടറോട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അല്ല, കറക്റ്റ് ആണ്. അല്ല, എനിക്ക് ആ ചോദ്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഇല്ല. ഇപ്പൊ ഇത് ഞാൻ 1-2 നല്ല ടെക്നീഷ്യന്മാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ പ്രശ്നമുണ്ടോ, അത് നീ ആസ് എൻ ആക്ടർ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഡയറക്ടറുടെ ഇതാണ്. അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൽ ഭയങ്കര കൺവിൻസിങ്. മിക്ക ആൾക്കാർ പെട്ടെന്ന് തന്നെ കണ്ടു ഇതാരാ അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ അത് ആ ക്യാരക്ടറായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഡയറക്ടറുടെ വിഷനാണ്. അല്ലെങ്കിൽ അല്ലേ, അല്ലാണ്ട് നമുക്കതിലൊന്നും ചെയ്യാനില്ല. എന്ത് കോസ്റ്റ്യൂം ഇയാൾ ഇടണം, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലാണ്, എങ്ങനെയാണ് ഇയാൾ സംസാരിക്കേണ്ടത്, അപ്പോൾ വേറൊരാളാവും. അപ്പൊ അങ്ങനെ പ്രശ്നമില്ല. എനിക്ക് കുറച്ചാൾ ബോധമായിരുന്നു ഞാൻ ഇതുണ്ടാവുമെന്ന്. പക്ഷെ ഇപ്പൊ അതില്ല, തോന്നിയിട്ടില്ല. മറ്റേ സ്റ്റാർ മെറ്റീരിയൽ അവിടെ ആക്ടർ മെറ്റീരിയൽ ആയാൽ മതി. 100% ആക്ടർ ആവണം ആദ്യം. സ്റ്റാർഡൊക്കെ പിന്നെ നല്ല ആക്ടർ ആയി കഴിഞ്ഞാൽ അത് സംഭവിച്ചോളും. അത് അതിന്റെ ഒരു റിസൾട്ട് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഒരിക്കലും സ്റ്റാർ ആയിട്ട് നല്ല ആക്ടർ ആവാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നല്ല ആക്ടർ ആയാലേ സ്റ്റാറിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാ എനിക്ക് തോന്നണത്. ഇങ്ങനെ വേഴ്സറ്റാലിറ്റിനെ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ടോ? ഇപ്പം ഒരു പടത്തിൽ എന്നെ കണ്ടാൽ മറ്റൊരു പടത്തിൽ എന്നെ കണ്ടാൽ അങ്ങനെ തിരിച്ചറിയണം, അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഇപ്പൊ വെയിലിലെ സോനയെ കണ്ടാലും അതിലത്തെ വ്യത്യസ്തത ഉണ്ടാവണം, അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാറില്ല. പക്ഷെ ഐ ഡു തിങ്ക് അത് നല്ലതായിരിക്കും. ഇപ്പോൾ വേറൊരു മൂവി ചെയ്യുമ്പോൾ വേറൊരു ലുക്ക്, അപ്പോൾ കുറച്ചും കൂടെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും. ഞാനല്ലാതെ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ മൂവീസിൽ ഉണ്ടായിട്ട് ഇപ്പോൾ വെയിൽ ചെയ്തപ്പോൾ ഇച്ചിരി ടോൺ ഡൗൺ ചെയ്ത് ഐബ്രോസ് ഒന്നും പ്ലക്ക് ചെയ്യേണ്ടതെന്ന് അങ്ങനെയായിരുന്നു ഡയറക്ടറിന്റെ വിഷൻ. ഓ മേരി ലൈല ചെയ്തപ്പോൾ വേറെ ലുക്ക്. അങ്ങനെ ഐ ഫീൽ ലൈക്ക് എല്ലാം കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് അവർ ചെയ്യും. പരാക്രമത്തിലെ കുട്ടിയുടെ പ്രത്യേകത എന്താ? ഐ ഫീൽ ലൈക്ക് ഈ മൂവിയിൽ കുറച്ചും കൂടെ ഞാനായിട്ട് അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. സോ കഥാപാത്രത്തിന് അതാ ഞാൻ പറഞ്ഞ കുറച്ചും കൂടെ എന്നെ പോലെ ആക്കി. മീൻസ് ഇപ്പൊ വെയിലില് ഐബ്രോസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു, ഓ മേരി ലൈലയിൽ കൈൻഡ് ഓഫ് ബാങ്ക്സ് പോലെ, ഇതില് ഇങ്ങനെ തന്നെ ആയിരുന്നു. റൊമാൻറ്റിക് പെയർ അല്ലെങ്കിൽ നായകനെ പ്രേമിക്കുന്ന നായിക, അപ്പൊ നമ്മുടെ മനസ്സിൽ കുറെ ഇതുണ്ടാവില്ല, കുറെ ഇമാജിനേഷൻസ് ഉണ്ടാവില്ല നമ്മൾ കണ്ട സിനിമകളിൽ നിന്ന്. അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് പരാക്രമത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? പരാക്രമത്തിൽ അങ്ങനെ റെഫറൻസസ് ആയിട്ടൊന്നും യൂസ് ചെയ്തില്ല. നമ്മളങ്ങ് ക്രിയേറ്റ് ഇല്ല. ഇതേപോലെ അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ, മാനിഫെസ്റ്റേഷൻസ് ഉണ്ടോ, ഇന്ന ഒരു ഡയറക്ടറുടെ ഫ്രെയിമിൽ നിൽക്കണം? ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഒരു നാണമില്ലാതെ മെസ്സേജ് അയക്കാറുണ്ട്. അല്ല, ഞാൻ ചോദിക്കാറുണ്ട്. പോയി കാണും, ചോദിക്കും, എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറയും. ഞാൻ അങ്ങനെ ഹീറോ പരിപാടി ഒന്നും ചോദിക്കാറൊന്നുമില്ല. എന്തെങ്കിലും മതി. എനിക്കൊരു ക്യാരക്ടർ, ഒരു ആർക്കുള്ള ക്യാരക്ടർ ആണെന്ന് ആഗ്രഹമുണ്ട്. ഇയാൾക്ക് ഒരു ആർക്കും ഉണ്ടാവണം. അത് ബേസിക്കലി ആഗ്രഹിക്കാറുള്ളൂ. ഹീറോ ആണെന്നൊന്നും അങ്ങനെ ഞാനൊന്നും വിചാരിക്കാറൊന്നുമില്ല. നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുക, അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പഠിക്കുക എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങനെ വലിയ ആക്ടിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. സിനിമയിൽ വന്നിട്ടാണ് സിനിമ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ ഒരു വെബ് സീരീസ് ഞാൻ ചെയ്തത് മനു അശോകന്റെ കൂടെ, ഉയരയുടെ ഡയറക്ടർ. അതിന്റെ ബോബി സഞ്ജയാണ് അതിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചെയ്യാത്തൊരു സാധനം അത്, അങ്ങനത്തെ ഒരു ഷെയ്ഡ് പെട്ടെന്ന് എനിക്ക് സഞ്ജയന്റെ വൈഫാന്ന് തോന്നുന്നു ഈ ക്യാരക്ടർ ഞാൻ ചെയ്താൽ നന്നായിരിക്കും. അതിന്റെ ഐഡിയ സഞ്ജയന്റെ വൈഫിന്റെ തോട്ട് നന്നായിരിക്കും എന്ന് പറഞ്ഞു. കാരണം പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കില്ല എന്നെ ആ ഒരു ക്യാരക്ടറിൽ. അങ്ങനെ എന്നെ മനുഷ്യരുടെ മീറ്റ് ചെയ്തു. അതിന് മുമ്പ് ഞാൻ മനുഷ്യരുടെ അടുത്ത് ചാൻസ് വെച്ച് പോയിട്ടുണ്ട്.
ഞാൻ അതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ മച്ചേട്ടൻ എന്തെങ്കിലും പരിപാടി എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് മച്ചേട്ടൻ ഒരു എന്നെ വിളിച്ച് ദൈവം കാണണം എന്ന് പറഞ്ഞു. ഈ ഒരു ഐഡിയ എന്നോട് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഷെയ്ഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു കുറെ നാളായിട്ട്. പക്ഷെ അതൊരു നല്ലൊരു പരിപാടിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴെ കറക്റ്റ് ഇതിങ്ങനെ വന്നു. അപ്പോൾ സഞ്ജയന്റെ സ്ക്രിപ്റ്റ് ആകുമ്പോൾ അറിയാം, നമുക്ക് കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റ് തന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സഞ്ജയേട്ടൻ അത് കണ്ടു. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞതിന്റെ സഞ്ജയേട്ടൻ ഭയങ്കര ഹാപ്പി. അപ്പൊ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അപ്പൊ നമുക്ക് കുറെ പഠിക്കാൻ പറ്റുന്നുണ്ട് ആക്ച്വലി. അങ്ങനെ സഞ്ജയേട്ടൻ കുറെ സിനിമകൾ സജസ്റ്റ് ചെയ്യും, ഇത് കണ്ടു നോക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ പറയാറുണ്ട്. ജോമനുണ്ടോ അങ്ങനെ ഒരു ആക്ടറുടെ ഫ്രെയിമിൽ നിന്നാൽ കൊള്ളാമായിരുന്നു, അപ്പൊ അമൽ നീരത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ? ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ മുലേട്ടൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. അതെ. ഒരുപാട് പേരുണ്ട് ബ്രോ, ഒരുപാട് പേരോട് വർക്ക് ചെയ്യണമെന്നുണ്ട്. എന്താണ് ശരിക്കും ഒരാളുടെ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ അമൽ ഫ്രെയിമിൽ ഉള്ള പ്രത്യേകത? ഒരു ഭയങ്കര പുള്ളി എന്തായാലും സ്റ്റൈലിഷ് പുള്ളിയുടെ പ്രത്യേകത, പുള്ളി എന്തായാലും വേറൊരു പരിപാടി ആയിരിക്കും എന്നെ കൊണ്ട് നമ്മളെ സ്ഥിരം ചെയ്യിപ്പിക്കില്ല. അത് ബ്രേക്ക് ചെയ്തിട്ടുള്ള പരിപാടി എന്തെങ്കിലും ആയിരിക്കും പുള്ളി ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത് പുള്ളിയുടെ വർക്ക് ചെയ്ത അടിപൊളിയായിരിക്കും. ഇത് 2024 ഇതുവരെ ഇപ്പൊ അത്ഭുതപ്പെടുത്തിയ ഒരു മെയിൽ ആക്ടറുടെ പ്രകടനം ആരുടെ? ഒരെണ്ണം പറഞ്ഞത്. അല്ല, ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരു പേഴ്സണലി എനിക്കറിയാം. പക്ഷെ സ്ക്രീനിൽ അയാൾ ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരാൾ ജോമനാണ്. ജോമൻ ഇവിടെ ഇരിക്കുന്നോണ്ട് പറയല്ലേ, പേഴ്സണലി ഇപ്പൊ ബ്രോയ്ക്ക് അറിയായിരിക്കും. കാരണം ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഞങ്ങൾ ഒരേ കാര്യത്തിൽ തന്നെയാണ്, ഒരുമിച്ച് റൂമിലുണ്ടാവാറുണ്ട്. പക്ഷെ സ്ക്രീനിൽ വരുന്ന ഒരു മൊമെന്റിൽ പെട്ടെന്ന് വേറൊരു ഒരു എനർജി കൊണ്ടുവരുന്ന ഒരാള്. അങ്ങനെ ജോമൻ ഷൂട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ച പടത്തിലും കണ്ടിട്ടുണ്ട്. ഗുരുവായൂരമ്പലത്തിലെ സെറ്റിലും ഞാൻ പോകാറുണ്ട്, അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഇപ്പൊ മറ്റേ പക്ഷിയുടെ സീൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ അവിടെ ഒന്ന് കാണുന്നുണ്ട്. ഞങ്ങൾ അന്ന് വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാനും പോയിട്ടുണ്ട്, സെയിം ഡേ. പക്ഷെ അത് കഴിഞ്ഞ് ഓൺ സ്ക്രീനിൽ ഷൂട്ട് ചെയ്യുമ്പോഴും കണ്ടു, അത് കഴിഞ്ഞ് സ്ക്രീനിലും കാണുമ്പോൾ ഭയങ്കര ഒരു മാജിക്കൽ പരിപാടി തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ജോമോനാണ്. ബാക്കി പല നമുക്ക് കാണുമ്പോൾ ഉള്ള ഒരു വൈബും അല്ല, ഇവനോട്ടിരിക്കുന്നോണ്ട് പറയാൻ അത് സത്യമായിട്ടും അല്ല. ഞാൻ എനിക്ക് തോന്നുന്നു ചിലപ്പോ ബ്രോക്ക് അത് മനസ്സിലായിട്ടും അല്ലേ, ജോമൻ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുമ്പോ ഇവൻ അവിടെ നിർത്തി അവിടെ നിൽക്കുവേ, ഉത്തരം പറയൂ. അപ്പൊ എന്റെ അടുത്ത് വിപിൻ ചേട്ടൻ പറയുന്നത്, അപ്പൊ ഞങ്ങള് ക്രിക്കറ്റ് കളിക്കും, ഞാൻ വിപിൻ ചേട്ടൻ ഒരു ടീമില്ല. അപ്പൊ ഇവനെ വന്നാ ഇവനെ എവിടെ നിർത്തിയാലും കണക്കാണ്. അപ്പൊ ജോമൻ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ബോൾ എടുക്കും, ബോൾ പിടിക്കും. അപ്പൊ എന്റെ അടുത്ത് വിപിൻ ചേട്ടൻ പറയുന്നു, ഇവിടെ നിൽക്കുമ്പോ ഒരു മൊയലിനെ പോലെയാണ് ഇവൻ, ക്യാമറയുടെ മുമ്പിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന്. അപ്പൊ അങ്ങനെ എനിക്ക് അടുത്തറിയാവുന്ന അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരിക്കാം, എനിക്ക് അറിയാവുന്നതിൽ ഒരാള് ജോമൻ. അങ്ങനെ എനിക്ക് ആരാണെന്ന് ഇപ്പൊ ഇത്രയും 2024 അവസാനിക്കാൻ പോവാറായി. ഒരുപാട് പേരുണ്ട് ബ്രോ. നസീസിക്ക, നമ്മുടെ വാഴയിലുള്ള കോട്ടയം നസീർക്ക എപ്പോഴും മറ്റേ ബിഗ് ഊരി, നമ്മള് ബിഗ് വെച്ചാണ് പുള്ളി എപ്പോഴും വരാറ്. പക്ഷെ ക്യാരക്ടർ ആകുന്നിടത്ത് ബിഗ് ഊരുമ്പോൾ പുള്ളിക്ക് വേറൊരു മുഖമാണ്, മൊത്തത്തിൽ മാറും. ക്യാരക്ടർ പിടിച്ചുകൊണ്ടാണ് മറ്റേ അമിതേട്ടൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നതൊക്കെ ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ചേഞ്ച് നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഈ വിഗ് അങ്ങോട്ട് മാറ്റുമ്പോൾ പുള്ളി ആരുടെ മിണ്ടാതെ നിൽക്കുന്ന വേറൊരാളാവും പുള്ളി. അതുവരെ നമ്മളടുത്ത് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കും. പിന്നീട് ക്യാരക്ടർ ആവാൻ നേരത്ത് പുള്ളി രക്ഷനാരത്തും മിണ്ടൂർ ആരുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കും. കുറച്ച് നസീസിക്കൊക്കെ അങ്ങനത്തെ പ്രശ്നമില്ല, പുള്ളി പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ മാറും. പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല. പകുതിക്കൊക്കെ ഭയങ്കര കിടലുവന്ന് കേട്ടു, പക്ഷെ ഒന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. ഭാഗ്യം ഉണ്ടാവട്ടെ പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ. ഈ ആവേശം യൂണിവേഴ്സിറ്റി അമ്മ യൂണിവേഴ്സിറ്റി ഒന്നിക്കട്ടെ. ചിത്രനോട് വിളിച്ചു പറ. അങ്ങനെ ഉണ്ടാവും ഒരു ബെസ്റ്റ് പെർഫോമർ 2024 അങ്ങനെ അല്ലെങ്കിൽ ഒരു? ഐ എം ഓൾറെഡി മമ്മൂക്ക ഫാനാണ്, പക്ഷെ കാതിൽ കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടാണ്, സട്ടിലായിട്ട്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കറക്റ്റാ. പരാക്രമം